അതിരൂക്ഷമായ തെരുവുനായ ശല്യത്താൽ വലയുകയാണ് നാടും നഗരവും. വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുകയാണ് തെരുവുനായ്ക്കൾ. കോഴിക്കോട് കോർപ്പറേഷനിലെ മൂന്നാലിങ്കൽ വാർഡിലാണ് നമ്മളുള്ളത്. കോഴിക്കോട് ബീച്ച് അടക്കം പെടുന്നത് ഈ വാർഡിലാണ്. ഇവിടെ തെരുവുനായ്ക്കൾ വിളയാടുകയാണ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നങ്ങളിലൊന്നായ തെരുവുനായ ശല്യത്തെയാണ് ഈ പരമ്പരയിലൂടെ KCL ടൈം ന്യൂസ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡുകളിൽ മിക്ക വാർഡുകളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. നഗരഹൃദയമാണ് മൂന്നാലിങ്കൽ വാർഡ്. കോഴിക്കോട് ബീച്ച് അടക്കമുള്ള മേഖലകളിൽ തെരുവുനായ്ക്കൾ വിഹരിക്കുകയാണ്. മേയർ ഭവന്റെ പരിസരത്ത് തെരുവുനായ്ക്കൾ കുരച്ചു ചാടുന്നു. ബീച്ചിന്റെ ഭാഗങ്ങളിൽ യഥേഷ്ടം ഭക്ഷണം ലഭിക്കുന്നത് തെരുവുനായ്ക്കൾ പെറ്റുപെരുകാൻ കാരണമാകുകയാണ്. മൂന്നാലിങ്കൽ ഭാഗത്തും തെരുവുനായ ശല്യം കാരണം ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഓരോ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അടിയിലുണ്ടാവുക. കുട്ടികളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നായ്ക്കൾ അറ്റാക്ക് ചെയ്യുന്നു. നായ്ക്കൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. രാവിലെ ട്യൂഷന് പോകുന്ന മക്കളെ, മദ്രസയിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടാവും. പേടിയോടെയാണ് പോകുന്നത്. അതെ അതെ അതെ. കാരണം വണ്ടിന്റെ അടിയിലാണ് കിടക്കുന്നത്. ഈ കാറൊക്കെ നിർത്തിയിരുന്ന അതിന്റെ അടിയിലുണ്ടാവും. പെട്ടെന്നൊക്കെ മക്കൾ നടന്നു പോകുമ്പോൾ വണ്ടിയുടെ അടിയിൽ നിന്ന് അങ്ങോട്ട് വരാ ചെയ്യുന്നത് നായ്ക്കൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പെട്ടെന്ന് ചാടുക പറയാൻ പറ്റില്ല. പലപ്പോഴും ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അതെ അതുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ നായ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പത്തിന് ബൈക്കാർ വീണു പോകുന്നത്. ഇവിടെ ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്, കണ്ടമാനുണ്ട്. ഒന്നാമത് ബീഫ് കടയൊക്കെ ആയതുകൊണ്ട് ആ ഭാഗത്തൊക്കെ കണ്ടമാനുണ്ട്. വണ്ടി അവിടെ അവിടെ പാത്തി വെക്കുക, ആളെടുത്ത് ആളെ കൂടെ ഓടാ കടിക്കാൻ. ഓടുന്നുണ്ടല്ലേ? ഓടുന്നുണ്ട്. പ്രയാസം തന്നെയാണ് ഇപ്പൊ പ്രായമായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ 5-8 ഉണ്ടായിരുന്നു. ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയതാ. കിടക്കുന്ന കിടത്തം കണ്ടില്ലേ റോഡിന് മുകളിൽ കിടക്കാണ്. ഇപ്പോൾ വണ്ടിയായിട്ട് പോകുമ്പോൾ എങ്ങോട്ടാ ചാടുമെന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെ ട്യൂഷനും മദ്രസയിലേക്കുമെല്ലാം പോകുന്ന കുട്ടികൾക്ക് നേരെ വരെ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. എല്ലാം ഞാൻ അങ്ങനെ പാഞ്ഞളിക്കും. ഇടയ്ക്ക് വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായി പിടിക്കുന്നതൊന്നും കാണാനില്ല. എന്ത് ശല്യം നല്ലോണം. നല്ല ശല്യമാണല്ലേ? ഇപ്പോൾ വണ്ടിയിലൊക്കെ പോകുന്നവർക്കാണ് വലിയ പ്രയാസം. വണ്ടിന് മുന്നിലേക്ക് ചാടുക. അത് തന്നെ, അതാണ് സംഭവം. അതൊക്കെ ചെയ്യണം. തെരുവുനായ ശല്യം തന്നെയാണ് ഇവിടെ ഉള്ളുള്ളത്. പിന്നെ പീഡിയക്കാരൊക്കെ ഇറച്ചി അതൊക്കെ ഇട്ട് കൊടുക്കും, കോയിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെ നായി ഇവിടുന്ന് പോകുന്നില്ല. നായി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആരും ഇതുവരെ കുട്ടികളൊന്നും കടിക്കാൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ തെരുവുനായ ഇവിടെ ഓടിക്കുന്നു. അതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം കാണും. ആൾക്കാരെ പുറകെ ഓടുന്നു നോക്കണ്ട്. വണ്ടിന്റെ പുറകെ ഇന്നലെ കുട്ടികളെ പിന്നാലെ ഓടിക്കുന്നു. ഇന്നലെ അതിന്റെ എന്തെങ്കിലും പരിഹാരങ്ങൾ കാണണം. അതത്ര തന്നെ ഉള്ളൂ. ബന്ധ്യകരണം എന്ന നടപടിയാണ് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ സ്വീകരിച്ചു വരുന്നത്. അത് എത്രമാത്രം വിജയകരമായി എന്നതിൽ ഇനിയും ഏറെ പഠനങ്ങൾ നടക്കേണ്ടതായുണ്ട്. തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ നവംബർ 7-ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കേരളത്തിൽ അതിന് പ്രായോഗികമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പേ പിടിച്ചതോ അപകടകാരികളോ ആയ തെരുവുനായ്ക്കളെ വധിക്കാമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 22.4 ലക്ഷം പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റ സംസ്ഥാനമാണ് കേരളം. നടപടി ഇനിയും വൈകിക്കൂടാ. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണം. അതിനായി ശക്തമായ നടപടികൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് മൂന്നാലിങ്കലിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ വിഷയത്തിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.